2 ദിവസങ്ങൾക്ക് മുൻപെയാണ് നടൻ ഉണ്ണി മുകുന്ദന്റെ മാനേജർ എന്ന് പറയുന്ന ഒരു വിപിൻ കുമാർ ഉണ്ണി മുകുന്ദനെതിരെ കംപ്ലൈന്റുമായി വരുന്നത്. ഇന്നലെ ഉണ്ണി മുകുന്ദനും തിരിച്ചും കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തിനെതിരെ DGPക്ക്. സാർ, അതിലുപരി ഇത് വലിയ പ്രാധാന്യത്തോടുകൂടി നമ്മളെ ന്യൂസ് ചാനലുകൾ ചർച്ച ചെയ്യുന്നു. സാറിന് എന്താണ് ഇതിൽ പറയാനുള്ളത്? നമ്മുടെ ഒരു അധപ്പതനമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ന്യൂസ് കേട്ടപ്പോൾ. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്കിത് അറിയാനൊന്നും താല്പര്യമുണ്ടായിരുന്നില്ല. പക്ഷേ ഞാനിത് ഏത് ലെവലിൽ ഇത് പോകുന്നു അല്ലെങ്കിൽ എത്രത്തോളം വരെയാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് ഞാൻ കൃത്യമായി നോക്കിയത്. കൂടാതെ ആ വാർത്തകളുടെ ക്ലിപ്പിങ്സൊക്കെ യൂട്യൂബുകളിൽ വന്നതിന് എത്രത്തോളം വ്യൂസ് ഉണ്ട് എന്നുള്ളത് കൂടി ഞാൻ നോക്കിയിരുന്നു. ഒന്നാമത്തെ കാര്യം എനിക്ക് പറയാനുള്ളത്, നമ്മുടെ നാട് അന്ധമായി ആരെങ്കിലുമൊക്കെ ആരാധിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഒരു വിഭാഗത്തിൻ്റെ ആളായി മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത്തരത്തിലുള്ളൊരു സപ്പോർട്ട് കിട്ടുകയൊക്കെ ചെയ്യും. ഇതിൽ എന്നെ ലജ്ജിപ്പിച്ചൊരു കാര്യം എന്ന് പറയുന്നത്, കേരളത്തിലെ ചില പ്രമുഖരായിട്ടുള്ള യൂട്യൂബ് ചാനലുകളൊക്കെ കടന്ന ആളുകളൊക്കെ തന്നെ ഉണ്ണി മുകുന്ദൻ മഹാനാണ് എന്നുള്ള നിലക്ക് ചിത്രീകരിച്ച് ഞാൻ കണ്ടു. ഉണ്ണി മുകുന്ദൻ മോശക്കാരനാണെന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. ഉണ്ണി മുകുന്ദൻ സിനിമയിലുള്ളതിൽ വെച്ച് കുറച്ചുകൂടി ഭേദപ്പെട്ട ഒരാളാണ് എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. കുറച്ചുകൂടി പച്ചയായ ഒരു മനുഷ്യനാണ് എന്നുള്ളതും വിചാരിക്കുന്നു. പക്ഷെ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ചില കുഴപ്പങ്ങളുണ്ട്. ഇപ്പം ഇത് ആദ്യത്തെ കേസിലല്ലല്ലോ അദ്ദേഹം മേജർ രവിയായിട്ട് ഇതുപോലെ തന്നെ ഇടി വീണതാണ് എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. പക്ഷേ അതിൽ മേജർ രവി പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം, ഒരു മിലിറ്ററി ഓഫീസറാണ്, അദ്ദേഹത്തെ അങ്ങനെ ഇടിക്കലൊന്നും എളുപ്പമല്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇവർ തമ്മിൽ പ്രശ്നമുണ്ടായി എന്നുള്ളതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതിനുശേഷം നമുക്കറിയാമല്ലോ ഈ പറയുന്ന അത് പിന്നെ മേജർ രവി ആയിട്ടായതുകൊണ്ട് 2 വിഭാഗങ്ങൾ തമ്മിലുള്ള പ്രശ്നമായി മാറിയില്ല. ഇപ്പം ആളുകൾ മുഴുവൻ പറയുന്നത് ഇത് ഉണ്ണി മുകുന്ദനെ ഒതുക്കാൻ വേണ്ടി നോക്കുന്നു എന്നുള്ളതൊക്കെയാണ്. പിന്നെ കൂടാതെ ചില ചാനലുകളൊക്കെ ഇരുന്ന് വാദിക്കുന്നൊരു കാര്യം, ഉണ്ണി അങ്ങനെ ചെയ്തിട്ടുണ്ടാവാൻ സാധ്യതയില്ല എന്നൊക്കെ പറഞ്ഞു. യഥാർത്ഥത്തിൽ ഇപ്പോൾ പുതിയ റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. കാരണം അവിടുത്തെ CCTVകൾ കൃത്യമായി കിട്ടിയിട്ടുണ്ട്. ആ CCTVകളിൽ ഇദ്ദേഹത്തെ ഈ പറയുന്ന മാനേജർ എന്ന് പറയുന്ന ആളെ ആക്രമിച്ചു എന്നൊക്കെ ഉള്ളതും യാഥാർത്ഥ്യമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതൊന്നും അല്ലെങ്കിൽ പോലും ഉണ്ണി മുകുന്ദൻ നമുക്ക് ന്യായീകരിക്കാൻ പറ്റില്ല കാര്യത്തിൽ. കാരണം ഉണ്ണി മുകുന്ദൻ അയാളുടെ മുഖത്തിരുന്ന സ്പെക്സ് എടുത്ത് വലിച്ചെറിഞ്ഞ് പൊട്ടിച്ചു എന്നുള്ളത് ഉണ്ണി മുകുന്ദന് തന്നെ സംഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഉണ്ണി മുകുന്ദൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അദ്ദേഹം കുറച്ചുകൂടി മച്വേർഡായി കുറച്ചുകൂടി പക്വമായി പെരുമാറേണ്ട ഒരാളാണ്. അദ്ദേഹം നാളെ BJPയിൽ വിശ്വസിക്കാം, അല്ലെങ്കിൽ RSS വിശ്വസിക്കാം, അദ്ദേഹത്തിന് വേണമെങ്കിൽ CPMൽ വിശ്വസിക്കാം, ഈവൻ SDPIയിൽ പോലും വിശ്വസിക്കാം. കാരണം അതൊക്കെ നിയമപരമായി നമ്മുടെ രാജ്യം അംഗീകരിച്ചു കൊടുത്തിട്ടുള്ള പാർട്ടികളാണ്. അപ്പോൾ അതുകൊണ്ട് അതിലൊന്നും വിശ്വസിക്കുന്നതിലൊന്നും ആർക്കും ഒരു പ്രശ്നമില്ല. പക്ഷെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴേക്കും അദ്ദേഹം നമ്മുടെ ആളാണ്, അതുകൊണ്ട് അങ്ങ് ഡിഫെൻഡ് ചെയ്ത് കളയണമെന്ന് പറയുന്ന പൊട്ടത്തരമൊക്കെ ജനത്തിന് തോന്നുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് എന്നെ അത്ഭുതപ്പെടുന്ന ഒരു കാര്യം. അതും വിവരവും വിദ്യാഭ്യാസവും ഒക്കെ ഉണ്ടെന്ന് പറയുന്ന വലിയ ജേർണലിസ്റ്റുകളൊക്കെ ഇരുന്നാണ് ഈ പറയുന്ന പോലെ ന്യായീകരിക്കുന്നത്. അത് പോട്ടെ. ഇനി രണ്ടാമത്തെ കാര്യം എന്താ, നമ്മുടെ ജനം ഏതാണ്ട് നേരത്തെയൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു സംഭവം എന്ന് പറയുന്നത്, പൈപ്പിൻ ചോട്ടിലും കലിങ്കിലും ഒക്കെ നിന്ന് അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള നാട്ടിൻപുറത്തെ ചായക്കടയിലിരുന്ന് വർത്തമാനം പറഞ്ഞ് തീരേണ്ട വിഷയങ്ങളെല്ലാം തന്നെ ഒരു ജനത്തിൻ്റെ അടുത്തോട്ട് ഈ യൂട്യൂബ് ചാനലുകൾ, സോഷ്യൽ മീഡിയയും നമ്മുടെ ഈവൻ സാറ്റലൈറ്റ് ചാനലുകൾ പോലും കൊണ്ടുവന്നിടുന്നു എന്നുള്ളതാണ്. അത്തരത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഉണ്ണി മുകുന്ദനും ഒരാളും തമ്മിൽ തർക്കമുണ്ടാകും. ഇനി ഈ തർക്കത്തിൻ്റെ കാര്യം എന്താണെന്നിട്ട് നമുക്ക് ചിരി വരും. കാരണം ഈ മാനേജർ ഉണ്ണി മുകുന്ദനെ കുറിച്ച് അത്ര സുഖകരമല്ലാത്ത കാര്യങ്ങൾ ഏതോ നടിയോട് പറഞ്ഞു എന്നുള്ളതൊക്കെയാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പറയുന്ന പോലെ കൊതിയും നുണയും കുറ്റവും പറച്ചിലും ഒക്കെ പറയുന്നത് പോലെ, ഒരു പരദൂഷണം പറയുന്ന പോലെ ചെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ അങ്ങോട്ട് അവഗണിച്ച് വിടാൻ ഉണ്ണി മുകുന്ദനൊക്കെ പഠിക്കുന്നതാണ്. പകരം ചോദിക്കാൻ വേണ്ടിയിട്ട് ഫ്ലാറ്റിൻ്റെ താഴെ എത്തുകയും ടൊവിനോ തോമസ് കൊടുത്തിട്ടുള്ള ഒരു സ്പെക്സ് അത് മുഖത്ത് വെക്കുകയും അത് നേരെ എടുത്ത് തല്ലി പൊട്ടിക്കുകയും ചെയ്തു എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ ഇതിൻ്റെ ഇടയിൽ ചില അസൂയകളുമൊക്കെ ഉണ്ട് എന്ന് കേൾക്കുന്നു. കാരണം ഇപ്പോൾ ടൊവിനോയുടെ പുതിയ സിനിമ ഇറങ്ങിയിട്ടുണ്ടല്ലോ, എന്താണ് ആ സിനിമയുടെ പേര്? നരിവേട്ട. നരിവേട്ട എന്ന് പറയുന്ന സിനിമ ഞാൻ കണ്ട് റിവ്യൂ ചെയ്താണ്, ഞാൻ പെട്ടെന്ന് വിട്ടുപോയി പേര്. അപ്പോൾ അത്തരത്തിൽ നരിവേട്ടയെക്കുറിച്ച് ഇദ്ദേഹം എന്തോ നല്ലൊരു പോസ്റ്റ് ഇട്ടു എന്നുള്ളതും, അങ്ങനെ നല്ലൊരു പോസ്റ്റ് ഇട്ടപ്പോൾ ഉടനെ തന്നെ ഈ ഉണ്ണി മുകുന്ദൻ അത് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ടാണ് ഇടിക്കാൻ വന്നതെന്നൊക്കെ പറയുന്നു. പക്ഷെ ഇതെല്ലാം തന്നെ ഈ പെറ്റി കേസുകളാണ്. അതായത് തോണ്ടി, പിച്ചി, മാന്തി എന്നൊക്കെ പറയുന്ന പോലുള്ള കേസുകളാണ്. ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന ഒരു കാര്യമല്ല. ഏതെങ്കിലും ഫാൻസിന് ഇതുപോലെ ആരാധക വൃന്ദമൊന്നും ഉണ്ടാകേണ്ട കാര്യമില്ല. ഈ ആരാധകർ എന്നൊക്കെ പറയുന്നത് തന്നെ ബുദ്ധിയില്ലാത്തതിൽ നിന്ന് ഉദിക്കുന്ന ചിന്തകളാണ്. ഞാൻ സാധാരണ മരണമൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ചിരി വരാൻ പാടില്ലാത്തതാണ്. പക്ഷെ ഞാൻ ചിരിച്ചു പോയൊരു സന്ദർഭം ഷിബിലിയോട് പറയാം. എന്ന് പറഞ്ഞാൽ വിജയുടെ സിനിമ ഇറങ്ങിയപ്പോഴാണെന്നാണ് എൻ്റെ ഓർമ്മ. ഏതാണ്ട് 25 അടിയോ 30 അടിയോ 40 അടിയോ ഉള്ള കട്ടൗട്ടിൻ്റെ പുറത്ത് പാലഭിഷേകം നടത്താനായിട്ട് ഒരാൾ കയറുകയും അവിടെ നിന്ന് താഴേക്ക് വീണ് കുഞ്ചി ഒടിഞ്ഞ് മരിച്ചു പോവുകയും ചെയ്തു. യഥാർത്ഥത്തിൽ എന്തിനാണ് ഇത്ര വലിയ വെളുപ്പിന് 5 മണിക്ക് എഴുന്നേറ്റ് ഇത്ര വലിയ സൂക്കേടെന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യും, തോന്നിപ്പോവും. മരിച്ച ആളെ കുറിച്ച് പറയാൻ പാടില്ലാത്തതാണ്. പക്ഷെ ആര് ചെയ്താലും ഇപ്പം ഞാൻ പറയുന്നത് അതേപോലെ തന്നെ
ഇതിപ്പോൾ ഉണ്ണി മുകുന്ദൻ എന്തോ ഒരു സംഘടനയുടെയും സംഘപരിവാറിൻ്റെയൊക്കെ ആളാണ് എന്ന് പറഞ്ഞുകൊണ്ട് കുറേ പേർ ന്യായീകരിക്കുന്നു, കുറേ പേർ ഇത് ചിന്തിക്കുന്നു. ഇനി ഉണ്ണി തന്നെ ഞാൻ വിചാരിക്കുന്നത്, ഉണ്ണി മുകുന്ദനത്തെ തന്നെ ഞാൻ വിചാരിക്കുന്നത്, ഇപ്പം മേജർ രവി അദ്ദേഹം ഒരു തവണ മോശമായി പെരുമാറി എന്നുള്ളത് അദ്ദേഹം തന്നെ പിന്നീട് അഡ്മിറ്റ് ചെയ്തു, ഇല്ലേ? അദ്ദേഹം തന്നെ പിന്നീട് വന്നിട്ട് പറഞ്ഞു ഞാനങ്ങനെ ചെയ്തത് തെറ്റായിപ്പോയി, ഞാൻ ഒരിക്കലും അതിൽ അഭിമാനിക്കുന്നില്ല എന്ന് പറഞ്ഞു. അത് അദ്ദേഹത്തിൻ്റെ വളർച്ചയാണ്. എന്ന് പറയുന്ന പോലെ നാളെയും ഇദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റിന് താഴെ ചെന്ന് അവിടെ നിന്ന് ഇത്തരത്തിലുള്ളൊരു ഷോ കാണിക്കേണ്ട ആളല്ല ഞാൻ. അതുപോലെ എന്നെ ആളുകൾ ശ്രദ്ധിക്കുന്ന ഞാനൊരു പബ്ലിക് ഫിഗറാണ് എന്ന് പറയുന്ന ബോധവും ഒക്കെ ഉണ്ണി മുകുന്ദൻ ഉണ്ടാകട്ടെ എന്ന് മാത്രമേ നമുക്കിതിൽ പറയാനുള്ളൂ. സാർ ഇപ്പോൾ ഇവിടെ പറയുകയുണ്ടായല്ലോ ആരാധന മുതൽ പലതും ചെയ്യുന്നു എന്നുള്ളത്. അത് ശരിക്കും ഒരു പരിധി കഴിഞ്ഞാൽ തെറ്റാണ്. പക്ഷേ മുഴുവനായിട്ട് നമുക്കതിനെ തള്ളിക്കളയാൻ പറ്റുമോ? അവരുടെ ആരാധനയെ മുഴുവനായിട്ട് തള്ളിക്കളയാൻ പറ്റും, ഒരു സംശയമില്ല. നമുക്കൊരാൾ ഇഷ്ടമാണ് എന്ന് പറയുന്നത് പോലെയല്ല നമ്മൾ അയാളെ ആരാധിക്കുക എന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ ആരാധന പലപ്പോഴും അന്ധമാണ് എന്നുള്ളതാണ് പ്രശ്നം. നമ്മളൊരാളെ ആരാധിക്കുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ അയാൾക്ക് ഒരു തെറ്റുമില്ല, അയാൾ ചെയ്യുന്നതെല്ലാം ശരിയാണെന്ന് നമ്മൾ ന്യായീകരിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തുന്നു. അപ്പോൾ അതിലൊന്നും ഒരു അർത്ഥമില്ല. ഒന്നാമത്തെ ഇത്തരത്തിലുള്ള ഈ പറയുന്ന പോലെ അന്ധം ആരാധകരൊക്കെ ഏത് സമയത്ത് വേണമെങ്കിലും വിട്ടുപോകാം. ഇപ്പോൾ ഫഹദ് ഫാസിൽ ഒരിക്കൽ പറഞ്ഞപ്പോൾ എനിക്ക് വലിയ ബഹുമാനം തോന്നി. എനിക്കങ്ങനെ ഫാൻസ് അസോസിയേഷൻ്റെ ആവശ്യം ഇല്ല എന്ന് പറഞ്ഞു. പൃഥ്വിരാജ് ഫാൻസ് അസോസിയേഷനുകളെ വേറെ ആളുകൾക്ക് കല്ലെറിയാനോ അല്ലെങ്കിൽ കൂക്ക് വിളിക്കാനോ ഒന്നും വിടുന്നില്ല. പകരം അദ്ദേഹം ഒരു ചാരിറ്റബിൾ ഓർഗനൈസേഷനായിട്ട് അതിനെ കണക്കൂട്ടുകയും അദ്ദേഹത്തിൻ്റെ വരുമാനത്തിൻ്റെ ചെറിയൊരു പങ്കെങ്കിലും അതിലേക്കൊക്കെ മാറ്റിവെക്കുകയും ചെയ്യുന്നുണ്ട് എന്നാണ് എനിക്കറിയുന്നത്. അതൊക്കെ ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ ഇത് ഞാൻ പറയുന്ന കാര്യം പോലും ലക്ഷ്യമില്ല. നേരത്തെ തന്നെ നടൻ ശ്രീനിവാസൻ പറഞ്ഞിട്ടുണ്ട് ആരാധകർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെറും പൊട്ടന്മാരാണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് ഇവർ ആരാധിക്കുന്നത് അതൊന്നും നമുക്ക് ആലോചിക്കണ്ടേ? ഒരു സിനിമയിൽ ഒരു കഥാപാത്രമായിട്ടൊരു താരം വരുന്നു, ആ താരത്തിൻ്റെ സ്വഭാവമല്ലല്ലോ അതിനകത്ത് കാണിക്കുന്നത്, ആണോ? ആ താരത്തിൻ്റെ സ്വഭാവവുമായിട്ട് ശരിക്കും പറഞ്ഞാൽ മൈലുകൾക്കകലെ കിടക്കുന്ന ഒരാളായിട്ടാണ് പല സിനിമകളിലും അഭിനയിക്കുന്നത്. ഇപ്പോൾ മോഹൻലാൽ ഈ ഭയങ്കരമായ അനീതികൾക്കെതിരെ ശബ്ദമുയർത്തുന്ന ഒരാൾ, മറ്റേ കളക്ടറായി നിൽക്കുന്ന മമ്മൂട്ടി, എല്ലാ ഭരണപക്ഷ രാഷ്ട്രീയക്കാരെയും ഒക്കെ വെല്ലുവിളിക്കുന്ന ഒരാൾ, ഭരചന്ദ്രനായി വരുന്ന സുരേഷ് ഗോപി ഇതുപോലെ ജനത്തിന് വേണ്ടി സംസാരിക്കുന്നു, അമേദ്യവും ഉച്ചിഷ്ടവും കൂട്ടിക്കുഴച്ച് മറ്റേ എന്ത് ചെയ്യുന്നു, ബിരിയാണി ഉണ്ടാക്കി കഴിച്ചു എന്നൊക്കെ പറഞ്ഞുള്ള ഡയലോഗൊക്കെ കേൾക്കുന്നു. ഈ ഡയലോഗുകളൊക്കെ തന്നെ മറ്റാരെങ്കിലും എഴുതി വെക്കുന്നത് ഇവർ പെർഫോം ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം യഥാർത്ഥത്തിൽ ആ എഴുതി വെക്കുന്നവന് ചിലപ്പോൾ പിന്നെയും ഇതിൻ്റെ മൂല്യബോധത്തെക്കുറിച്ചെങ്കിലും ഒരു അറിവ് അല്ലെങ്കിൽ ഇതുണ്ടാവും. ഈ നടന്മാർക്ക് ഒരു തേങ്ങയുമില്ല. അപ്പം അങ്ങനെ ഇല്ലാത്ത നടന്മാർ എങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ആരെങ്കിലും ഈ സിനിമയിൽ ഒരു പെൺകുട്ടി റേപ്പ് ചെയ്യാൻ കൊട്ടേഷൻ കൊടുത്ത കേസുണ്ടല്ലോ, ഇവിടെ ആരെങ്കിലും വാതുറന്ന് വർത്താനം പറഞ്ഞിട്ടുണ്ടോ? ഇനി വേണ്ട, ജസ്റ്റിസ് ഹേമ കമ്മിറ്റി, ആ ജസ്റ്റിസ് ഹേമ എന്ന് പറയുന്ന ബഹുമാനിക്കപ്പെടുന്ന ഹേമ കമ്മിറ്റി തന്നെ വന്നു ഈ സിനിമയിലെ പ്രശ്നങ്ങളെക്കുറിച്ചൊരു റിപ്പോർട്ട് എഴുതിയല്ലോ. ഇവിടെയുള്ള ഏതെങ്കിലും താരങ്ങൾ വന്നിട്ട് ആ റിപ്പോർട്ട് അന്വേഷിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയൊന്നും നട്ടലില്ലാത്ത ഇതിനകത്ത് പണം കിട്ടാൻ വേണ്ടി പല അഡ്ജസ്റ്റ്മെൻറ്റുകൾക്ക് വിധേയരാകുന്ന ആളുകളാണ് ഇവരെല്ലാവരും. ആ ആളുകളെല്ലാം തന്നെ സ്ക്രീനിൽ കാണുമ്പോൾ മോഹൻലാലിനെ കണ്ടിട്ട് ടി.പി. ബാലഗോപാലൻ എം.എ. എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, അത് ആ സിനിമ കാണുമ്പോൾ നമുക്കൊരു ഇഷ്ടം തോന്നും. അത് കഴിഞ്ഞ് നരസിംഹത്തിൽ അഭിനയിക്കുമ്പോൾ ഇഷ്ടം തോന്നും. അത് കഴിഞ്ഞ് ലൂസിഫറിലേക്ക് ഒരു ഇഷ്ടം തോന്നും എന്നുള്ളത് കൊണ്ട് അത് ആ വ്യക്തിയോടുള്ള ഇഷ്ടമായി മാറുന്നത് നമ്മുടെ ബോധക്കേടാണ്, നമ്മുടെ വിവരക്കേടാണ് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇനി അതൊരു ഇഷ്ടം പോലും കുഴപ്പമില്ല. കാരണം എന്താ, അപ്പോൾ സച്ചിൻ ടെണ്ടുൽക്കർ നമ്മുടെ വീട്ടിലേക്ക് അരിയൊന്നും മേടിച്ച് തന്നില്ല, പക്ഷെ നമുക്കൊരു ഇഷ്ടം തോന്നും. കാരണം എന്താണ്, അയാൾ ചെയ്യുന്ന പണി അയാൾ ഭംഗിയായി ചെയ്യുന്ന ഒരാളാണ്, അതുകൊണ്ട് നമുക്കൊരു ഇഷ്ടം തോന്നും. നമുക്ക് തൊട്ടടുത്ത് ഇപ്പോൾ ഞാൻ ആലുവയിൽ നമ്മുടെ ഗസ്റ്റ് ഹൗസിൻ്റെ ഫ്രണ്ടിൽ ഒരു കരിക്ക് വെക്കുന്നുണ്ട്. എനിക്ക് അയാളുടെ ഒരു ഇഷ്ടം തോന്നും. കാരണം അയാൾ ആ കരിക്ക് വെട്ടി ഈവൻ നമുക്ക് പിടിക്കാനുള്ള സൈഡ് കൂടി വെട്ടി മനോഹരമായ ഒരു ടിഷ്യൂ പേപ്പറൊക്കെ വെച്ചാണ് അത് നമുക്ക് തരുന്നത്. അപ്പോൾ അയാളുടെ ജോലി മനോഹരമായി ചെയ്യുന്ന ഒരാൾ നമുക്ക് ഇഷ്ടം തോന്നും. പിന്നെ അതൊരു കുറെ കൂടി പബ്ലിക് ആണെന്നൊരു കാര്യമാകുമ്പോൾ പബ്ലിക്കിന് മൊത്തമായിട്ട് ആ ഇഷ്ടം തോന്നും. ആ ഇഷ്ടമാണ് മോഹൻലാലിനോടും മമ്മൂട്ടിയോടും പലരോടും ഒക്കെ ഉള്ളത്. അല്ലാതെ അവർ പേഴ്സണൽ വ്യക്തി ജീവിതത്തിൽ വളരെ നല്ല മനുഷ്യരായിരിക്കും എന്നൊന്നും നമ്മൾ വിചാരിക്കാൻ വയ്യ. ഉണ്ണിമുകുന്ദൻ തന്നെ നാളെ മറ്റേ ഒരു ഏതോ ഒരു മോളിലൂടെ നടന്നു പോകുമ്പോൾ ഉണ്ണിമുകുന്ദൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ ക്യാമറ വെച്ചിട്ട് ഫോൺ മേടിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, വെക്കുന്നുണ്ട്. യേശുദാസ് ഒരു തവണ തട്ടിക്കളയുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ അവരുടെയൊക്കെ സ്വഭാവത്തിൽ ഇത്തരം കുഴപ്പങ്ങളും ചിലപ്പോൾ ഗുണങ്ങളും ഒക്കെ ഉണ്ട്. അവരും മനുഷ്യരാണ്. അല്ലാതെ അവർ സിനിമയിൽ കാണുന്ന മറ്റേ അതിമാനുഷ്യരായിട്ടുള്ള കഥാപാത്രമോ നന്മയുടെ നിറകുടങ്ങളോ ഒന്നും അല്ല എന്നുള്ളത് ജനം മനസ്സിലാക്കണം. അതുകൊണ്ട് അത്തരത്തിലുള്ള വൈകാരികമായിട്ടുള്ള ആരാധനകൾ പാടില്ല. ഇത് തന്നെ നമുക്ക് സിനിമയിൽ മാത്രമല്ല രാഷ്ട്രീയത്തിലൊക്കെ ഉണ്ട്. രാഷ്ട്രീയത്തിൽ നിങ്ങളൊരു നേതാവായി കഴിഞ്ഞു പോയിക്കോ, പിന്നെ അതിലുള്ള ഏതെങ്കിലും മണികൾ ആ നേതാവിനെ കുറ്റം പറയില്ല. പകരം അയാൾ ചെയ്യുന്ന എല്ലാ കാര്യത്തെയും ഇവരങ്ങോട്ട്
ന്യായീകരിക്കും. ഇതൊക്കെ മാറി നമ്മുടെ ജനത്തിന് കുറച്ചുകൂടി ബോധമുണ്ടാവുമ്പോഴേ, ഇപ്പോൾ ബോറിസ് ജോൺസൺ അവിടെ കോവിഡിൻ്റെ നിയന്ത്രണങ്ങൾ ലംഘിച്ചതുകൊണ്ട് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിക്ക് രാജിവെക്കേണ്ടി വന്നു. കാരണം പൊതുജനം മുഴുവൻ എതിരായി. മനസ്സിലായി? അപ്പോൾ അത്തരത്തിൽ പൊതുജനം മുഴുവൻ എതിരാകുന്ന കുറച്ചുകൂടി ഒരു ന്യൂട്രലായി പക്ഷപാതിത്വമൊന്നുമില്ലാതെ ഓരോ പ്രവർത്തികളെയും കാണണം. പിന്നെ ഇവിടെ ജനത്തിന് എന്താണെന്നേ കാര്യം, ഉണ്ണി മുകുന്ദന് വേറെന്താളും തമ്മിൽ ചെറിയ ഇടി വീണു. അതൊരു കൗതുകം കൊണ്ട് നമുക്ക് നോക്കാം എന്നുള്ളതിനും അപ്പുറത്തേക്ക് എന്താ കാര്യമുള്ളൂ. ഇനി ഇടിവിടേൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ആള് ഉണ്ണി മുകുന്ദനെ കുറിച്ച് ഒരു നടിയുടെ അടുത്ത് മോശമായിട്ട് പറഞ്ഞു. ഇതൊക്കെ ഈ നാട്ടിൽ നമ്മൾ പരദൂഷണം പറയുക എന്നൊക്കെ ഉള്ളത് സാധാരണയായി സംഭവിക്കുന്ന കാര്യമാണ്. ചില ആളുകൾക്ക് പെട്ടെന്ന് ദേഷ്യം വരും, അവരതുകൊണ്ട് ചൂടാവും. അല്ലാതെ ഇതിനും അപ്പുറത്തുള്ള വാർത്തയൊന്നായി കാണേണ്ടതില്ല. പിന്നെ ഉണ്ണി മുകുന്ദൻ ഇന്നുകൊണ്ട് പരാതി കൊടുത്തേക്കുമ്പോഴാണ് എന്നെ അത് കൂടുതൽ സംശയമാക്കുന്നത്. ഉണ്ണി മുകുന്ദൻ ഒരു കൗണ്ടർ പരാതിയാണ് കൊടുത്തേക്കുന്നത്. ആ കൗണ്ടർ പരാതി എന്ന് പറഞ്ഞാൽ മറ്റേതിൻ്റെ ഗൗരവം കുറക്കാനായിട്ടാണ്. നിയമം അറിയുന്ന എല്ലാവർക്കും അറിയാം. കൂടാതെ അദ്ദേഹം പറഞ്ഞേക്കുന്നത് അദ്ദേഹത്തിൻ്റെ ജീവന് വലിയ തോതിൽ സുരക്ഷ വേണം എന്നൊക്കെയാണ്. അതെന്തിനാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. പിന്നെ അദ്ദേഹം കടത്തി പറഞ്ഞ ഒരു വാചകം കൂടിയുണ്ട്, ചില ആളുകളൊക്കെ ഇനി ചില സ്ത്രീകളൊക്കെ അദ്ദേഹത്തിനെതിരെ കംപ്ലൈൻറ്റുമായി വന്നേക്കാം എന്നുള്ളതാണ്. അതൊക്കെ എന്തിനാണ് പേടിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാകില്ല. അല്ലെങ്കിൽ അത്രയും വലിയൊരു മാഫിയ പ്രവർത്തനം നടത്തുന്ന ഒരാളാണോ ഇയാൾ, ഈ മാനേജർ എന്ന് പറയുന്ന ആൾ എന്നുണ്ടെങ്കിൽ അതും ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. കാരണം അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ, അങ്ങനെയുള്ള ഒരാളായിട്ട് ഇയാൾ 4-5 കൊല്ലമായി 6-7 കൊല്ലമായിട്ട് വലിയ സൗഹൃദത്തിലാണ്. അപ്പോൾ അത് നമ്മൾ ചോദ്യം ചെയ്യട്ടെ. പിന്നെ നിങ്ങളുടെ കയ്യിൽ കലയുണ്ട്, മിടുക്കുണ്ടെങ്കിൽ നിങ്ങളെ ഒന്നും ബാധിക്കാൻ പോകുന്നില്ല. നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നിങ്ങൾ എന്താണെന്നുള്ളതൊന്നും പ്രശ്നമല്ല. ഇപ്പം മോഹൻലാൽ ആരാധിച്ചുകൊണ്ടിരുന്ന കുറേ പേര് എതിരായല്ലോ ലൂസിഫർ എന്ന് പറഞ്ഞ സിനിമ ഇറക്കിയിട്ട്, ഇല്ലേ? എന്ന് പറഞ്ഞ് മോഹൻലാലിൻ്റെ സിനിമ ആരെങ്കിലും കാണാതിരിക്കും? തുടരും ഗംഭീരമായി വിജയിച്ചില്ലേ? നാളെ നിങ്ങൾ ഒരു എതിർ നിലപാട് പൃഥ്വിരാജ് പറഞ്ഞു എന്നുള്ളതുകൊണ്ട് കുറേ പേർക്ക് പൃഥ്വിരാജിന് ഇഷ്ടമല്ല. പക്ഷെ സിനിമ വന്നാൽ സിനിമ നല്ലതാണെങ്കിൽ വിജയിക്കും. അതായത് ഈ ഭ്രാന്തന്മാരായിട്ടുള്ള ആരാധകരൊന്നുമല്ല സിനിമകൾ വിജയിപ്പിക്കുന്നത് എന്ന് ചുരുക്കം. അതുകൊണ്ട് ഇതൊക്കെ ബുദ്ധിയില്ലാത്ത ആളുകളുടെ, ഈ പറയുന്ന പോലെ ബുദ്ധിശൂന്യരായിട്ടുള്ള ആളുകളുടെ പരിപാടിയാണ്. മണ്ടന്മാരാണ് ഈ ആരാധന മൂത്ത് ഇവരുടെയൊക്കെ പുറകെ കിടക്കുന്നത്.